ഹലോ, നമ്മൾ ഇന്ന് +1 കമ്പ്യൂട്ടർ സയൻസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 7th ചാപ്റ്റർ ആയ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുക്കാൻ പോണത്. അപ്പൊ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോവാം. ആദ്യം തന്നെ എന്താണ് ഈ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്? അതായത് നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു എക്സിക്യൂഷൻ അല്ലെങ്കിൽ നോർമൽ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സീക്വൻഷ്യൽ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം, ആ പ്രോഗ്രാമിനെ തന്നെ ഒന്ന് ആൾട്ടർ ചെയ്തിടുക, അതിന് നമുക്ക് എന്ത് പറയാം? കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയാം. അപ്പൊ നോക്കിക്കോ, സ്റ്റേറ്റ്മെന്റ്സ് യൂസ്ഡ് ടു ചേഞ്ച് ദ നോർമൽ സീക്വൻഷ്യൽ ഫ്ലോ ഓഫ് എ പ്രോഗ്രാം എക്സിക്യൂഷൻ. നോർമൽ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം എക്സിക്യൂഷന്റെ സീക്വൻഷ്യൽ ഫ്ലോനെ നമ്മൾ എന്ത് ചെയ്യും? വെറുതെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇടും, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് രണ്ട് ടൈപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ആണുള്ളത്. അതിൽ ആദ്യത്തേന് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് രണ്ടാമത്തേന് ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ്. നമുക്ക് നോക്കാം. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടീഷന്റെ ബേസിൽ ഡിസിഷൻസ് ക്രിയേറ്റ് ചെയ്യണേ നമുക്ക് എന്ത് പറയാം? ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയാം. അവർ വർക്ക് ചെയ്യണത് തന്നെ കണ്ടീഷന്റെ ബേസിലാണ്. അപ്പൊ നോക്കിക്കോ, സ്റ്റേറ്റ്മെന്റ്സ് ആർ സെലക്ടഡ് ഫോർ ദ എക്സിക്യൂഷൻ ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ. ഒരു കണ്ടീഷന്റെ ബേസിലാണെങ്കിൽ അവർ എന്ത് വിളിക്കാം? ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വിളിക്കാം. അവർ തന്നെ വേറെ പേരാണ് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്. ഇതൊക്കെ ജസ്റ്റ് നോക്കി വെച്ച് പോകണം കേട്ടോ, ഇതിന്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി രണ്ടാമത്തെയാണ് നമ്മൾ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് തന്നെ രണ്ടാമത്തെയാണ് ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ് അഥവാ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. എന്താണ് ഈ ലൂപ്പിംഗ്? അതായത് നമുക്കൊരു കാര്യം തന്നെ റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സിനാണ് നമുക്ക് എന്ത് പറയാ? ലൂപ്പിംഗ് എന്ന് പറയാം. അങ്ങനെ ലൂപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോ എന്താ? റിപ്പീറ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ ആരെ യൂസ് ചെയ്യും? ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിന് യൂസ് ചെയ്യും. അപ്പൊ നോക്കിക്കോ, സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് അലോ റിപ്പീറ്റഡ് എക്സിക്യൂഷൻ ഓഫ് എ സെറ്റ് ഓഫ് വൺ ഓർ മോർ സ്റ്റേറ്റ്മെന്റ്സ്. ഒന്നോ ഒന്നിലധികമോ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് എന്ത് ചെയ്യണം? റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആരെ യൂസ് ചെയ്യാം? ലൂപ്പിനെ യൂസ് ചെയ്യാം. ഇനി നോക്കിക്കോ, ഈ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞില്ലേ, അതിലുള്ള ആദ്യത്തെ ആളാണ് ഇഫ് സ്റ്റേറ്റ്മെന്റ്. പിന്നെ രണ്ടാമത്തെ ആളാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്, മൂന്നാമത് ഇഫ് എൽസ് ഇഫ് ലാഡർ, നാലാമത്താണ് സ്വിച്ച്. ഓക്കെ, ഇവരെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ നമ്മൾ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സിൽ മൂന്നാൾക്കാരാണ് വരുന്നത്. അതിൽ ആദ്യത്തെ ആളാണ് വൈല്, രണ്ടാമത്തെ ആളാണ് ഫോർ, മൂന്നാമത്തെ ആളാണ് ഡു വൈൽ. ഇവരെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ പഠിക്കാനുള്ളത് നമ്മൾ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ് അഥവാ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിൽ ഉള്ള കമ്പോണൻസ് ആണ്. ഈ കമ്പോണൻസ് ഒക്കെ വെറുതെ നോക്കി വെക്കാം. ആദ്യത്തെ കമ്പോണന്റ് ആണ് ഇനീഷ്യലൈസേഷൻ. ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേരിയബിളിന്റെ ഉള്ളിലോട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഒരു വാല്യൂനെ അസൈൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നു. അതിന് നമുക്ക് എന്ത് വിളിക്കാം? നമ്മളെ ഇനീഷ്യലൈസേഷൻ എന്ന് വിളിക്കാം. രണ്ടാമത്തെ കമ്പോണന്റ് ആണ് കണ്ടീഷൻ. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്തിന്റെ ബേസിലാണ് വർക്ക് ചെയ്യണത്? കണ്ടീഷന്റെ ബേസിലാണ്. നമുക്ക് എന്ത് പറയാം? ടെക്സ്റ്റ് എക്സ്പ്രഷൻ. ടെക്സ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടീഷൻ. അപ്പൊ നമുക്ക് നോക്കിക്കോ, ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ഗിവ്സ് സ്റ്റാർട്ടിംഗ് വാല്യൂ ടു എ ലൂപ്പ് വേരിയബിൾ. ഒരു ലൂപ്പ് വേരിയബിളിനുള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാർട്ടിംഗ് വാല്യൂ കൊടുക്കും. അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട് എന്താ കൊടുത്തേക്കുന്നത്? i is equal to 1. ഈ രണ്ടാമത്തെയാണ് എന്ത്? കണ്ടീഷൻ. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ടെസ്റ്റ് എക്സ്പ്രഷൻ. അതിന്റെ ബേസിലാണ് നമ്മൾ പ്രോഗ്രാം തന്നെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തേന് അപ്ഡേഷൻ. അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രാമിനെ അപ്ഡേറ്റ് ചെയ്യുന്ന പാർട്ടാണ് ആര്? അപ്ഡേഷൻ. ഇവിടെ എക്സാമ്പിൾ കൊടുത്തേക്ക് i++. അപ്പൊ നോക്കിക്കോ, സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ചേഞ്ച് ദ വാല്യൂ ഇൻ എ ലൂപ്പ് വേരിയബിൾ. ഒരു ലൂപ്പ് വേരിയബിളിനുള്ളിലത്തെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? അപ്ഡേഷൻ കൊടുക്കാം. രണ്ടാമത്തെയാണ് ബോഡി ഓഫ് ദ ലൂപ്പ്. ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബോഡി, മെയിൻ ആയിട്ടുള്ള ബോഡിയിലാണ് നമ്മൾ എന്ത് പറയാ? കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അത് നമുക്ക് എന്ത് വിളിക്കാം? ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് വിളിക്കാം. സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് എക്സിക്യൂട്ട് റിപ്പീറ്റഡ്ലി. നമുക്ക് എന്ത് സ്റ്റേറ്റ്മെന്റ് ആണോ കൊടുക്കുന്നത് അത് എവിടെ പറയാം? ബോഡി ഓഫ് ദ ലൂപ്പിൽ പറയാം. അതിന്റെ എക്സാമ്പിൾ ആണിത് സി ഔട്ട് ഐ. അപ്പൊ നമ്മൾ ഈ കമ്പോണൻസ് ഒക്കെ വെറുതെ നോക്കി വെക്കാം. നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് എന്താണ്? ഇതിന്റെ എല്ലാത്തിന്റെ സിന്റാക്സ് ആണ് ട്ടോ. അപ്പൊ നോക്കിക്കോ, ആദ്യത്തെയാണ് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് തന്നെ നമ്മൾ ആദ്യം പഠിച്ചതായിരുന്നു ഇഫ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇഫ് സ്റ്റേറ്റ്മെന്റ് സിന്റാക്സ് പഠിച്ചു വെച്ചോ. സിന്റാക്സ് പഠിച്ചാലേ നമുക്ക് ഈ ചാപ്റ്റർ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. സോ എന്താ കാണാണ്ട് പഠിക്കാം. ഇഫ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ എങ്ങനെ ചെയ്യാ? ആദ്യം ഇഫ് എന്ന് എഴുതാ, അതിനൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അതിന്റെ ഉള്ളിൽ എന്ത് എഴുതും? കണ്ടീഷൻ എഴുതും. കണ്ടീഷന്റെ വേറെ പേരാണ് എന്ത്? ടെസ്റ്റ് എക്സ്പ്രഷൻ. എന്നിട്ട് നമ്മൾ ഒരു ബ്രേസ് ഓപ്പൺ ചെയ്യും. എന്നിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യും? അത് ഓപ്പൺ ചെയ്ത് ബ്രേസ് ക്ലോസ് ചെയ്യും. അപ്പൊ ഇഫ് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു. ഇനി നോക്കിയേ, ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. ഇഫ് എൽസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാ? ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ. എന്നിട്ട് എന്ത് ചെയ്യാ? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക, എൽസ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. സെറ്റ് അല്ലേ? ഇനി അത് ഇഫ് എൽസ് നമ്മൾ എക്സാമ്പിൾ പഠിക്കുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവട്ടെ. ഇപ്പൊ സിന്റാക്സ് മാത്രം നോക്കി വെക്കാം. അടുത്താണ് ഇഫ് എൽസ് ഇഫ് ലാഡർ. ഇഫ് എൽസ് ഇഫ് ലാഡറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ ഉള്ളൂ. ഇഫ് എൽസ് ഇഫ് ലാഡർ വരുമ്പോൾ ടെസ്റ്റ് എക്സ്പ്രഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നോക്കിക്കോ, ഇഫ് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുത്ത് അതിനിടയിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത് എൽസ് ഇഫ് ആക്കി. ഇവിടെ നോക്കി വെച്ചോ, ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എങ്ങനെയായിരുന്നു? ഇഫ് എന്നായിരുന്നു. ഇവിടെ എന്താ? എൽസ് ഇഫ് ആണ്.
എൽസ് ഇഫ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുക്കുക, അഥവാ രണ്ടാമത്തെ കണ്ടീഷൻ കൊടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ കണ്ടീഷനുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് മൂന്നാമത്തെ കണ്ടീഷൻ അങ്ങനെ കൊടുക്കും, എൽസ് ഇഫ് എന്ന് പറഞ്ഞ് മൂന്നാമത്തെ കണ്ടീഷൻ കൊടുക്കുക, അതിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും പോവാം. എൽസ് ഇഫ് എന്ന് പറഞ്ഞിട്ട് എത്ര കണ്ടീഷൻസ് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. ഏറ്റവും ലാസ്റ്റ് നോക്കിയേ, ഏറ്റവും ലാസ്റ്റ് എന്താ കൊടുത്തേക്കുന്നത്? എൽസ്. അത്രയും നേരം എൽസ് ഇഫ് ആണ് കൊടുത്തെങ്കിൽ ഇവിടെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ എന്ത് കൊടുത്ത്? എൽസ് കൊടുത്ത്. അതാണ് ഡിഫറൻസ്. ഈ ലാസ്റ്റത്തെയാണ് സ്വിച്ച്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് സ്വിച്ച്. ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, സ്വിച്ച് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആണ്. സ്വിച്ചിൽ നമ്മൾ എന്താ, സ്വിച്ചിന്റെ ഉള്ളിൽ സ്വിച്ച് എന്ന് പറഞ്ഞ എഴുതി കണ്ട് നമ്മൾ ബ്രാക്കറ്റിനുള്ള ഒരു വേരിയബിൾ കൊടുക്കും. വേരിയബിൾ അല്ലെങ്കിൽ എന്ത് കൊടുക്കാം? എക്സ്പ്രഷൻ കൊടുക്കാം. അപ്പോൾ നമ്മൾ ബ്രേസ് ഓപ്പൺ ചെയ്യാണ്ട് എന്ത് ചെയ്യാം? കേസ് കോൺസ്റ്റന്റ് 1 സ്റ്റേറ്റ്മെന്റ് 1 ബ്രേക്ക്. എന്നിട്ട് എന്ത് ചെയ്യാം? കേസ് കോൺസ്റ്റന്റ് 2 സ്റ്റേറ്റ്മെന്റ് 2 ബ്രേക്ക്. എല്ലാ കേസ് കഴിയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ബ്രേക്ക് ഇട്ട് അവർ അവസാനം ഈ ബ്രേക്ക് ഒക്കെ കുറച്ചും കാട് നീക്കി വെക്കാട്ടോ. ബ്രേക്ക് ഇട്ട് എന്ത് ചെയ്യും? അവസാനിപ്പിക്കും. ഇങ്ങനെ കേസ് 3 കേസ് 4 ഇഷ്ടം പോലെ കേസ് പോവാം. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഡീഫോൾട്ട് യൂസ് ചെയ്യും. ഇവിടെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആരെ യൂസ് ചെയ്യും? എൽസ് ഇഫ് നമ്മൾ ഇഷ്ടം പോലെ പോവാം. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ആരെ യൂസ് ചെയ്ത്? എൽസിനെ യൂസ് ചെയ്ത്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? സ്വിച്ചിൽ ഒരു കണ്ടീഷൻ മാച്ച് ആയില്ല, അതായത് ഈ കണ്ടീഷൻസ് മൊത്തം മാച്ച് ആയില്ല, ഇങ്ങനെ നമ്മൾ ആരെ വർക്ക് ചെയ്യുക? ഈ പറഞ്ഞ എൽസിനെ വർക്ക് ചെയ്യിപ്പിക്കുക. അതേപോലെ തന്നെ സ്വിച്ച് യൂസ് ചെയ്യും. ഈ കണ്ടീഷൻസ് ഒന്നും മാച്ച് ആയില്ലെങ്കിൽ നമുക്ക് ആരെ വർക്ക് ചെയ്യിപ്പിക്കാം? ഡീഫോൾട്ടിനെ വർക്ക് ചെയ്യിപ്പിക്കാം. സെറ്റ് അല്ലേ? ഈ പറഞ്ഞ എൽസ് ഇഫ് ലാഡറിന്റെ സ്വിച്ചിന്റെ ഡിഫറൻസ് എല്ലാവരോടും ചോദിക്കാം, എല്ലായ്പ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു ബ്രേസ് ക്ലോസ് ചെയ്യുക, എല്ലാത്തിന്റെയും ബ്രേസ് ക്ലോസ് ചെയ്യണം. ഇവിടെ ഒന്നും ബ്രേസ് ക്ലോസ് ചെയ്തിട്ടില്ല. ഇനി അടുത്തതാണ് നമ്മളെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിൽ നമ്മൾ 3 ആൾക്കാരാണ് പഠിച്ചത്. ഫോർ ഉണ്ട്, വൈൽ ഉണ്ട്, ഡു വൈൽ ഉണ്ട്. അപ്പൊ ഇവരെ സിന്റാക്സ് പഠിക്കണം. ഫോറിന്റെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു 4 കമ്പോണൻസ് പറഞ്ഞിരുന്നു. ഈ 4 കമ്പോണൻസിന്റെ കോമ്പിനേഷൻസ് ആണ് ഈ പറഞ്ഞ സിന്റാക്സിൽ മൊത്തം വരുന്നത് കേട്ടോ. അപ്പൊ നോക്കിക്കോ, ആദ്യത്തെയാണ് ഫോർ. നമ്മൾ എന്ത് ചെയ്യും? 4 കൊടുക്കും. ആദ്യം എന്ത് കൊടുക്കും? കമ്പോണന്റ് 1 എന്താണ്? ഇനീഷ്യലൈസേഷൻ. ഇനീഷ്യലൈസേഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഒരു സെമി കോളൻ ഇടും. എന്നിട്ട് ടെക്സ്റ്റ് എക്സ്പ്രഷൻ കൊടുക്കും. ടെക്സ്റ്റ് എക്സ്പ്രഷന്റെ വേറെ പേരെന്താണ്? കണ്ടീഷൻ. രണ്ടാമത്തെയാണ് കണ്ടീഷൻ. ലാസ്റ്റ് എന്ത് കൊടുക്കും? ഈ പറഞ്ഞ സെമി കോളൻ ഇട്ടിട്ട് അപ്ഡേറ്റ് എക്സ്പ്രഷൻ കൊടുക്കും. നമ്മളെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. സെറ്റ് അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ബ്രേസ് ഓപ്പൺ ചെയ്ത് ബോഡി ഓഫ് ദി ലൂപ്പ് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ബ്രേസ് അതുപോലെ തന്നെ ക്ലോസ് ചെയ്യും. അതാണ് ആദ്യത്തത് 4. അപ്പൊ എന്തൊക്കെയാണ്? 4 ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്. സെറ്റ് അല്ലേ? എന്നിട്ട് നമുക്ക് ബോഡി കൊടുക്കാം. ഇനി രണ്ടാമത്തെയാണ് വൈല്. വൈലിൽ എന്താണ്? ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെ, പക്ഷെ അത് അടക്കി ഒതുക്കി വെച്ചേക്കണ ഒരു ഇത് മാറി, സ്റ്റൈല് മാറി. അപ്പൊ നമുക്ക് എന്ത് പറയാം? ആദ്യം ഇനീഷ്യലൈസേഷൻ, രണ്ടാമത് നമ്മൾ എങ്ങനെയാ ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുക്കുക? വൈൽ എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുക്കും. എന്നിട്ട് ഒരു ബ്രേസ് ഓപ്പൺ ചെയ്യും. എന്നിട്ട് ബോഡി കൊടുക്കും. എന്നിട്ടാണ് ആരെ കൊടുക്കുക? അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. സെറ്റ് അല്ലേ? ഇനി അടുത്തൊരു ഡു വൈല്. ഡു വൈൽ എങ്ങനെയാന്ന് നോക്കിയേ? ഇനീഷ്യലൈസേഷൻ, ഡു, എന്നിട്ട് ബ്രേസ് ഓപ്പൺ ചെയ്ത് അതിനുശേഷം എന്ത് ചെയ്ത്? ബോഡി ഓഫ് ദി ലൂപ്പ്, അപ്ഡേറ്റ് എക്സ്പ്രഷൻ, വൈൽ, ടെസ്റ്റ് എക്സ്പ്രഷൻ. നിങ്ങളൊരു ഡിഫറൻസ് ഇവിടെ ശ്രദ്ധിച്ച, നമ്മൾ ഫോറിലും വൈലിലും ഇനീഷ്യലൈസേഷൻ അല്ല, ടെസ്റ്റ് എക്സ്പ്രഷൻ വന്നത് എവിടെയാണ്? രണ്ടാമതായിട്ട് വന്നിട്ടുണ്ട് അല്ലേ? അതെ. പക്ഷെ നമ്മുടെ ഡു വൈലിൽ മാത്രം ടെസ്റ്റ് എക്സ്പ്രഷൻ വന്നേക്കണ എവിടെയാണ്? ലാസ്റ്റ് ആണ്. സോ നമുക്ക് എന്ത് പറയാ? ഈ ഫോറിനെയും വൈലിനെയും എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്നും പറയാം. ഡു വൈലിനെ മാത്രം എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്നും പറയാം. കാരണം എന്താണെന്നറിയോ? ഈ പറഞ്ഞ ടെസ്റ്റ് എക്സ്പ്രഷൻ വന്നേക്കുന്നത് ആദ്യമാണ്. ഫോറിലും വൈലിലും ആദ്യം തന്നെ ടെസ്റ്റ് എക്സ്പ്രഷൻ വന്നേക്കുന്നത്. അതായത് ടെസ്റ്റ് എക്സ്പ്രഷൻ പറഞ്ഞാൽ എന്താ? കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ കൺട്രോൾ ചെയ്തേക്കണ എവിടെയാണ്? ആദ്യം തന്നെ, എൻട്രി തന്നെ. സോ നമുക്ക് എന്ത് പറയാം? എൻട്രി കൺട്രോൾഡ് ആണെന്ന് പറയാം. പക്ഷെ ഡു വൈലിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ വന്നേക്കണ എവിടെയാണ്? ലാസ്റ്റ് ആണ്. അതായത് കൺട്രോൾ ചെയ്യണ ഭാഗം എവിടെയാണ് വന്നേക്കുന്നത്? ലാസ്റ്റ് ആണ്. സോ നമുക്ക് എന്ത് പറയാം? എക്സിറ്റ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയാം. അപ്പൊ ചോദിക്കും, നിങ്ങൾക്ക് 3 എണ്ണം തരും, ഇതിൽ ഏതൊക്കെയാണ് എൻട്രി കൺട്രോൾ, ഏതൊക്കെയാണ് എക്സിറ്റ് കൺട്രോൾ എന്ന് ചോദിക്കും. അപ്പൊ എൻട്രി കൺട്രോൾ ആയിട്ട് നമുക്ക് 2 പേരാണ് പഠിക്കാനുള്ളത്, ഫോറും വൈലും. എക്സിറ്റ് കൺട്രോൾ ആയിട്ട് ആരോ ഉള്ളത്? ഡു വൈലും. സെറ്റ് അല്ലേ? ഇത് നോക്കിക്കോ, നമ്മളിവിടെ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്താൽ നോക്കാം. ഇവിടെ നോക്കിക്കോ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് ആൻഡ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. നമ്മൾ പഠിച്ചാണ് എൻട്രി കൺട്രോൾ ലൂപ്പ് നമ്മൾ ഇപ്പൊ നോക്കിയിരുന്നു, എക്സിറ്റ് കൺട്രോൾ നമ്മൾ നോക്കിയിരുന്നു. അതിന്റെ തമ്മിൽ ഡിഫറൻസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പഠിക്കാം. 2 എയർപോർട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു എയർപോർട്ടിൽ എൻട്രിയിൽ കൺട്രോൾ വെക്കാം. എൻട്രിയിൽ കൺട്രോൾ വെച്ചാൽ കയറുന്നോട് തന്നെ ഞാനൊരു സെക്യൂരിറ്റിനെ ഫിക്സ് ചെയ്ത്. രണ്ടാമത്തെ എയർപോർട്ടിൽ ഇറങ്ങണോട് തന്നെ ഒരു സെക്യൂരിറ്റിനെ ഫിക്സ് ചെയ്ത്. അതിന് നമ്മൾ എന്ത് വിളിക്കപ്പ? എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് വിളിക്കും. കയറുന്നോടത്താണ് സെക്യൂരിറ്റിങ് എൻട്രി കൺട്രോളും, ഇറങ്ങുന്നോടത്താണ് സെക്യൂരിറ്റിങ് എക്സിറ്റ് കൺട്രോളും. അത് ഓക്കെ അല്ലേ? അപ്പൊ നോക്കിയേ, എനിക്ക് എന്ത് ചെയ്യണം? ഈ എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് കയറണം.
കയറണമെങ്കിൽ എനിക്ക് എങ്ങനെ കയറാൻ പറ്റുള്ളൂ? ഈ സെക്യൂരിറ്റി എന്നെ മൊത്തം ചെക്ക് ചെയ്ത് ഞാൻ പക്ക എന്ന് കണ്ടാൽ എന്ത് ചെയ്യുള്ളൂ? ഈ പറഞ്ഞ എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് കടത്തി വിടുള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമ്മ എയർപോർട്ടിൽ കയറണേന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും. സോ നമുക്ക് എൻട്രി കൺട്രോൾ ആണെങ്കിൽ പറയാ കണ്ടീഷൻ ഈസ് ചെക്ക്ഡ് ബിഫോർ എൻറ്ററിങ് ഇൻ ടു ദ ലൂപ്പ്. ലൂപ്പിന്റെ ഉള്ളിലേക്ക് കയറണേലും മുന്നേ എന്ത് ചെയ്യും? കണ്ടീഷൻ ചെക്ക് ചെയ്യും. അങ്ങനെ എൻട്രിയിൽ സെക്യൂരിറ്റി വെച്ചോണ്ട് കയറണേലും മുന്നേ എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും. സോ നമുക്ക് എന്ത് പറയാ? കണ്ടീഷൻ ഈസ് ചെക്ക്ഡ് ബിഫോർ എൻറ്ററിങ് ഇൻ ടു ദ ലൂപ്പ്. ഓക്കെ, ഇവിടെ എഴുതിയേക്കുന്നത് ബിഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദ ബോഡി എന്നാണ്. അങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ബിഫോർ എൻറ്ററിങ് ഇൻ ടു ദ ലൂപ്പ് എന്നായാലും മതി. ഇനി അടുത്ത് നോക്കിയേ, അടുത്ത എയർപോർട്ട് ഇട്ടാ അവിടെ എവിടെ സെക്യൂരിറ്റി ഇരിക്കണത്? എക്സിറ്റിലാണ്, ഇറങ്ങണോടത്താണ്. സോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. കയറിയതിന് ശേഷമാണ് എന്നെ എന്ത് ചെയ്യാ? ചെക്ക് ചെയ്യാം. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? കണ്ടീഷൻ ഈസ് ചെക്ക്ഡ് ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ഓഫ് ദ ബോഡി. ബോഡിയുടെ എക്സിക്യൂഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്? ചെക്ക് ചെയ്യാൻ പോണത്. ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കേട്ടോ, എൻട്രിയിലാണ് നോ ഗ്യാരണ്ടി ടു എക്സിക്യൂട്ട് ദ ലൂപ്പ് അറ്റ്ലീസ്റ്റ് വൺസ്. അതായത് ഒരു ഗ്യാരണ്ടി ഇല്ലാണ്, നമുക്ക് ലൂപ്പിന്റെ ഉള്ളിൽ കയറാൻ പറ്റുന്ന ഒരു ഗ്യാരണ്ടി ഇല്ലെന്ന്. കാരണം എന്താ? ഇവിടെ എൻട്രിയിലാണ് സെക്യൂരിറ്റി നിൽക്കുന്നത്. ഞാൻ പക്കാ പെർഫെക്റ്റ് അല്ലെങ്കിൽ എന്നെ എയർപോർട്ടിലേക്ക് നമ്മളെ സെക്യൂരിറ്റി കടത്തി വിടൂല. സോ നമുക്ക് എന്ത് പറയാ? എനിക്ക് ആ എയർപോർട്ടിലേക്ക് കയറാൻ പറ്റുന്ന ഒരു ഗ്യാരണ്ടിയും ഇല്ല. ഞാൻ പക്കാ പെർഫെക്റ്റ് ആണ്, നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് അറിഞ്ഞൂടാ. സോ നമുക്ക് എന്ത് പറയാം? എനിക്ക് അതിന്റെ ഉള്ളിൽ കയറാൻ പറ്റുന്ന ഒരു ഉറപ്പില്ല. സോ നമുക്ക് എന്ത് പറയാം? നോ ഗ്യാരണ്ടി ടു എക്സിക്യൂട്ട് ദ ലൂപ്പ് അറ്റ്ലീസ്റ്റ് വൺസ്. ഒരു ഗ്യാരണ്ടി ഇല്ല, ലൂപ്പ് ഒരു പ്രാവശ്യം പോലും കയറാൻ പറ്റുന്ന ഒരു ഉറപ്പില്ല. ഇനി നമ്മളെ എക്സിറ്റ് കൺട്രോൾ ആണെങ്കിലോ, സെക്യൂരിറ്റി അവസാനമാണ് നിൽക്കുന്നത്. അവസാനം ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാം? ഇവിടെ വരെ കയറിച്ചെന്നതിന് ശേഷമാണ് നമ്മൾ ആര് കാണാൻ പോണത്? സെക്യൂരിറ്റിനെ കാണാൻ പോണത്. സോ നമുക്ക് എന്ത് പറയാം? വിൽ എക്സിക്യൂട്ട് ദ ലൂപ്പ് ബോഡി അറ്റ്ലീസ്റ്റ് വൺസ് ഈവൻ ദോ ദ കണ്ടീഷൻ ഈസ് ഫാൾസ്. അതായത് കണ്ടീഷൻ തെറ്റാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രാവശ്യം ഈ പറഞ്ഞ ലൂപ്പിന്റെ ഉള്ളിൽ കയറാൻ പറ്റും. കാരണം സെക്യൂരിറ്റി എവിടെ നിൽക്കുന്നത്? എക്സിറ്റിലാണ്. ഇനി അടുത്ത നോക്കിയേ, അടുത്ത പോയിന്റ് നോക്കിക്കോ. സ്യൂട്ടബിൾ വെൻ സ്കിപ്പിംഗ് ഓഫ് ദ ബോഡി ഫ്രം ബീൻ എക്സിക്യൂട്ടഡ്. നമുക്ക് ഒരു ബോഡി സ്കിപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ആരെ യൂസ് ചെയ്യാം? എൻട്രി കൺട്രോളിനെ യൂസ് ചെയ്യാം. എല്ലാ നോർമൽ എക്സിക്യൂഷൻ ആണെങ്കിൽ നമുക്ക് ആരെ യൂസ് ചെയ്യാം? എക്സിറ്റ് കൺട്രോളിനെ യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് രണ്ടും എൻട്രി കൺട്രോളും എക്സിറ്റ് കൺട്രോളും തമ്മിൽ മാറിപ്പോവാണ്ടിരിക്കാനാണ് ഈ സെക്യൂരിറ്റി എക്സാമ്പിൾ ഒക്കെ പറഞ്ഞത് കേട്ടാ. ഇതൊന്നും കയറി എഴുതി വെക്കരുത്, ഇത് ഇങ്ങനെ തന്നെ എഴുതണം കേട്ടാ. സെക്യൂരിറ്റി കഥ എഴുതി വെക്കേതിട്ടാ. നെക്സ്റ്റ് നോക്കിക്കോ. Dash is an example for exit controlled loop. നമ്മളിപ്പോ പഠിച്ചതാണ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പിന്റെ എക്സാമ്പിൾ എന്താണ്? ഡു വൈൽ. എൻട്രി കൺട്രോൾ ആണ് ചോദിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ഫോറും വൈലും. എക്സിറ്റ് ആണെങ്കിൽ ഡു വൈലും, എൻട്രി ആണെങ്കിലോ ഡു വൈലും. അടുത്തത് കമ്പയർ സ്വിച്ച് ആൻഡ് എൽസിഫ് ലാഡർ. അത് നമ്മൾ പഠിച്ചതാണ്. നമ്മൾ രണ്ട് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആയി ആരൊക്ക? സ്വിച്ചും എൽസിഫ് ലാഡറും. അവരെ രണ്ടേണയും തമ്മിലുള്ള എന്താ ചോദിച്ചേക്കുന്നത്? കമ്പാരിസൺ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ സ്വിച്ചും ഉണ്ട്, നമുക്ക് എൽസിഫ് ലാഡർ ഉണ്ട്. രണ്ടാളും പെർമിറ്റ്സ് മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്. നമുക്ക് ആ സിന്റാക്സിലേക്ക് ഒന്ന് പോവാട്ടോ. ഇവിടെ സിന്റാക്സ് നോക്കി, ഇതാണ് എൽസിഫ് ലാഡർ, ഇതാണ് സ്വിച്ച്. ഇവിടെ നോക്കിയേ, ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 1, എൽസിഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 2, എൽസിഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 3. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 100 ടെസ്റ്റ് എക്സ്പ്രഷൻ വേണമെങ്കിൽ കൊണ്ടുപോകാം, ഒരു പ്രശ്നം ഉണ്ടാവാൻ പോണില്ല. അതേപോലെ തന്നെ സ്വിച്ച് പറഞ്ഞു, സ്വിച്ച് കേസ് 1, കേസ് 2, കേസ് 3, അങ്ങനെ ഒരു 100 കേസ് വേണമെങ്കിലും കൊണ്ടുപോവാം, എന്ത് ഒരു കുഴപ്പമില്ല. സോ നമുക്ക് എന്ത് പറയാ? ഇവര് രണ്ടുപേരും എന്ത് ചെയ്യും? മൾട്ടിപ്പിൾ ബ്രാഞ്ച് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഇവർക്ക് രണ്ടുപേർക്കും. പിന്നെ നമ്മൾ ഈ കേസ് 1 കേസ് 2 എന്ന് പറഞ്ഞില്ലേ, ഈ കേസ് 1ഉം കേസ് 2ഉം നമുക്ക് ഒന്നില്ലെങ്കിൽ ഇന്റിജേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ എൽസിഫ് ലാഡറിലാണെങ്കിൽ നമുക്ക് ആരെയും കൂടി യൂസ് ചെയ്യാൻ പറ്റും? ഫ്ലോട്ടിംഗ് പോയിന്റിനെയും കൂടി യൂസ് ചെയ്യാൻ പറ്റും. ഇന്റിജേഴ്സും ഫ്ലോട്ടിംഗ് പോയിന്റ് ഒക്കെ അറിഞ്ഞൂടെ എല്ലാവർക്കും? നോക്കിക്കോട്ടാ, അതാണ് മെയിൻ ഡിഫറൻസ്. രണ്ടാളും എന്ത് ചെയ്യും? പെർമിറ്റ്സ് മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്. നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് പെർമിറ്റ് ചെയ്യും. പിന്നെ നോക്കിയേ, സ്വിച്ചിലാണെങ്കിൽ കേസ് can be used only for checking equality. അതായത് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ പറഞ്ഞില്ലേ കേസ് 1 ആണെങ്കിൽ എന്താ? സി ഔട്ട് 1 എന്ന് പറഞ്ഞു. അതായത് 1ന്റെ വാല്യൂ 1നോട് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ ഇക്വാലിറ്റി ആണ് അവിടെ ചെക്ക് ചെയ്യുന്നത്, എവിടെയാണെങ്കിൽ സ്വിച്ചിലാണെങ്കിലും. എൽസിഫ് ലാഡറിലാണെങ്കിലോ എനി റിലേഷണൽ ഓർ ലോജിക്കൽ കണ്ടീഷൻ ക്യാൻ ബി ചെക്ക്. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതിന് റിലേഷണൽ ലോജിക്കലൊക്കെ അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ സ്വിച്ചിലാണെങ്കിൽ നമുക്ക് ഇക്വാലിറ്റിയും, നമ്മുടെ എൽസിഫ് ലാഡറിലാണെങ്കിൽ റിലേഷണലും ലോജിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് കേസ് കോൺസ്റ്റന്റ് ഈസ് ഇന്റിജർ ഓർ ക്യാരക്ടർ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇന്റിജേഴ്സിനോ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനോ മാത്രമേ ആരായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? ഈ പറഞ്ഞ കേസ് കോൺസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എൽസിഫ് ലാഡർ ആണെങ്കിൽ നമുക്ക് ആരെ യൂസ് ചെയ്യാൻ പറ്റും? ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് എന്ത് പറയാം? ക്യാൻ കമ്പയർ അഗെയിൻസ്റ്റ് എ സെറ്റ് ഓഫ് വാല്യൂസ് ഇൻക്ലൂഡിങ് ഫ്ലോട്ടിംഗ് നമ്പേഴ്സ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലോട്ടിംഗ് നമ്പേഴ്സിനെയും കമ്പയർ ചെയ്യാൻ പറ്റും. അടുത്തത്
യൂസസ് default when no match is found. ഒരു സ്റ്റേറ്റ്മെന്റ് മാച്ച് ആയില്ലെങ്കിൽ നമ്മൾ ആരെ യൂസ് ചെയ്യും? ഡീഫോൾട്ടിന് വർക്ക് യൂസ് ചെയ്യും. ഇനി അടുത്തത് എൽസിഫ് ലാഡർ ആണെങ്കിലോ ഒരു കണ്ടീഷന് മാച്ച് ആയില്ലെങ്കിൽ നമ്മൾ എൽസിനെ യൂസ് ചെയ്യും. നേരത്തെ നമ്മൾ പറഞ്ഞ എൽസിഫ് എന്ന് പറഞ്ഞു പോയിട്ട് ഏറ്റവും ലാസ്റ്റ് ആരെ യൂസ് ചെയ്ത്? എൽസിനെ യൂസ് ചെയ്ത്. സ്വിച്ചിലാണെങ്കിലോ കേസ് 1 കേസ് 2 കേസ് 3 എന്ന് പറഞ്ഞു പോയിട്ട് ഏറ്റവും ലാസ്റ്റ് ആരെ യൂസ് ചെയ്ത്? ഡീഫോൾട്ടിനെ യൂസ് ചെയ്ത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? നമ്മൾ ഒറ്റ കണ്ടീഷന് മാച്ച് ആയില്ലെങ്കിൽ ആരും നമ്മളൊപ്പം മാച്ച് ആയില്ലെങ്കിൽ നമ്മൾ ആരെ യൂസ് ചെയ്യും? ഡീഫോൾട്ടിനെ യൂസ് ചെയ്യും. ആരാണെങ്കിൽ സ്വിച്ചിൽ. എൽസിഫ് ലാഡർ ആണ് യൂസ് ചെയ്യണമെങ്കിലോ ഒറ്റ കണ്ടീഷനും നമ്മളിപ്പം വന്നില്ല, നമ്മളിപ്പം മാച്ച് ആയില്ല, അപ്പൊ നമ്മൾ ആരെ യൂസ് ചെയ്യും? നമ്മളുടെ എൽസിനെ യൂസ് ചെയ്യും. ഇനി അടുത്ത് നോക്കിക്കോ, ബ്രേക്ക് ഈസ് യൂസ്ഡ് ടു എക്സിറ്റ്. ബ്രേക്ക് എന്തിനുള്ളതാണ്? എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. നമ്മൾ നോർമൽ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലൂപ്പാണ്, അത് എക്സിറ്റ് ചെയ്യണം, അത് നിർത്തണം, നമ്മൾ ആരെ യൂസ് ചെയ്യും? ബ്രേക്കിനെ യൂസ് ചെയ്യും. ഓക്കെ, ഇനി നോക്കിക്കോ, റീറൈറ്റ് ദ ഫോളോവിങ് കോഡ് ഇൻ ടു സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. നമുക്ക് ഒരു കോഡ് തന്നിട്ടുണ്ട്, ആ കോഡിന് നമ്മൾ എന്ത് ചെയ്യണം? സ്വിച്ചിലോട്ട് മാറ്റണം. ഓക്കെ, നമുക്ക് ആ കോഡ് നോക്കാം കേട്ടപ്പ. ഇഫ് n double equal to 1, c out 1. എന്താ പറഞ്ഞേക്കണത്? n-ന്റെ വാല്യൂ 1-നോട് ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? 1 എന്ന് പ്രിന്റ് ചെയ്യാം, 1-ന്റെ സ്പെല്ലിംഗിൽ പ്രിന്റ് ചെയ്യാം. അടുത്തത് else if n double equal to 0, c out 1 എന്നല്ല, c out 0. അതായത് n-ന്റെ വാല്യൂ 0-നോട് ഈക്വൽ ആണെങ്കിൽ എന്തെന്ന് പ്രിന്റ് ചെയ്യണം? 0 എന്ന് പ്രിന്റ് ചെയ്യണം. എൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊന്നും മാച്ച് ആയില്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പ്രിന്റ് ചെയ്യും? നോട്ട് എ ബൈനറി എന്ന് പ്രിന്റ് ചെയ്യും. അതാണ് നമ്മളെ പ്രോഗ്രാം. അതായത് എൽസിഫ് ലാഡറിലാണ് നമുക്ക് എന്ത് തന്നേക്കണത്? പ്രോഗ്രാം തന്നേക്കണത്. ഇതിൽ എന്തിലോട്ട് മാറ്റാനാ പറഞ്ഞേക്കണത്? നമ്മളെ സ്വിച്ചിലോട്ട് മാറ്റാനാണ് പറഞ്ഞേക്കണത്. അപ്പൊ നോക്കിക്കോ, സ്വിച്ചില് നമ്മളെ സിൻടാക്സ് അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്വിച്ചിലോട്ട് മാറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് എന്ത്? സിൻടാക്സ് പഠിക്കണം എന്ന്. അപ്പൊ നമ്മൾ ആദ്യം നോക്കാം, സ്വിച്ച് ബ്രാക്കറ്റിനുള്ളിൽ എന്ത് ചെയ്യും? നമ്മ വേരിയബിൾ കൊടുക്കും. വേരിയബിൾ നോക്കിയേ, ഇവിടെ അവര് കൊടുത്തേക്കണതാണ് n എന്നാണ് കൊടുത്തേക്കുന്നത്. സോ n ആണ് അവിടുത്തെ വേരിയബിൾ. നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? സ്വിച്ച് n കൊടുക്കാം. അവരിവിടെ കൊടുത്തേക്കണത് x ആണെന്ന് വിചാരിക്കേ, നിങ്ങൾ ഇവിടെ എന്ത് കൊടുക്കും? സ്വിച്ച് x എന്ന് കൊടുക്കുള്ളൂ. കാരണം എന്താ? അവര് ഏത് വേരിയബിൾ ആണോ യൂസ് ചെയ്തേക്കുന്നത് ആ വേരിയബിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി അവര് പറഞ്ഞേക്കണം അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം, ഇഫ് n double equal to 1 ആണെങ്കിൽ എന്താ പറഞ്ഞേക്കണത്? c out 1. n-ന്റെ വാല്യൂ 1-നോട് ഈക്വൽ ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? 1 എന്ന് പ്രിന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് പറയാം? കേസ് 1 c out 1. അതായത് കേസിന്റെ വാല്യൂ 1 ആണെങ്കിൽ എന്താ പ്രിന്റ് ചെയ്യണം? നമുക്ക് 1 എന്ന് പ്രിന്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യാ? ബ്രേക്ക് ഇടുക. എല്ലാം കഴിഞ്ഞൊരു ബ്രേക്ക് ഇടണോട്ടാ. അടുത്തത് കേസ് 2. കേസ് 2 ഇല്ല, അവരെന്താ പറഞ്ഞേക്കണത്? കേസ് 2 ആണ് പറഞ്ഞേക്കണത്. n double equal to 0 എന്നാണ് പറഞ്ഞേക്കണത്. അപ്പൊ 2 അല്ലാണ്ട് ഇവിടെ കേസ് 0. ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട്, കേസ് 0 എന്നാണ്. അവരെന്താ പറഞ്ഞേക്കണത്? n-ന്റെ വാല്യൂ 0-നോട് ഈക്വൽ ആണോ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് പറയും? കേസ് 0, c out 2 അല്ല, c out 0. ഇതൊക്കെ മിസ്റ്റേക്ക് ആണ് കേട്ടോ, അതൊന്നും പകർത്തിയത്. കേസ് 0 ആണെങ്കിൽ എന്ത് ചെയ്യും? 0 എന്ന് പ്രിന്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. ഇനി അടുത്ത് നോക്കിയേ, എൽസിൽ എന്താ പറഞ്ഞേ? എൽസ് എന്ന് പറഞ്ഞ എന്താ? ഇതൊന്നും മാച്ച് ആയില്ലെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു? നോട്ട് എ ബൈനറി എന്ന് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. സ്വിച്ചിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ പഠിച്ചിരുന്നു ഇതൊന്നും മാച്ച് ആയില്ലെങ്കിൽ ആരെ യൂസ് ചെയ്യും? ഡീഫോൾട്ടിനെ യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് പറയാ? ഡീഫോൾട്ട് നോട്ട് എ ബൈനറി എന്ന് പറയാം. എന്നിട്ട് എന്ത് ചെയ്യാ? ബ്രേസ് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പൊ സെറ്റ് അല്ലേ? നമ്മൾ എൽസ് യൂസ് ചെയ്യാനോടത്ത് ഡീഫോൾട്ടും ബാക്കിയുള്ളവർക്ക് എന്ത് യൂസ് ചെയ്ത്? കേസ് 1 കേസ് 2 എന്ന് പറഞ്ഞ് യൂസ് ചെയ്ത് പോവാം. ഓക്കെ അല്ലേ? ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട്. അതായത് റീറൈറ്റ് ദ ഫോളോവിങ് കോഡ് എന്ന് പറഞ്ഞിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ, റീറൈറ്റ് ദ ഫോളോവിങ് യൂസിങ് ഫോർ ലൂപ്പ്. നമുക്ക് ഇവിടെ ഒരു കോഡ് തന്നിട്ടുണ്ട്, ഈ കോഡ് തന്നിട്ടുണ്ട്. ഈ കോഡ് നമുക്ക് എന്ത് ചെയ്യാനാ പറഞ്ഞേക്കണത്? ഫോർ ലൂപ്പിലോട്ട് മാറ്റാൻ പറഞ്ഞ്. ഇങ്ങനെ മാറ്റാൻ പറയുമ്പോൾ നമുക്ക് ആരാ അത്യാവശ്യമുള്ളത്? സിൻടാക്സിന് ആവശ്യമുള്ളത്. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് സിൻടാക്സ് പഠിക്കണം കേട്ടോ. അപ്പൊ നോക്കിക്കോ, ഇതാണ് നമ്മളെ കോഡ്. ഇന്റ് i equal to 1 while i less than n, c out i plus plus. ഇതാണ് കോഡ്. അപ്പൊ നമുക്ക് തന്നേക്കണത് എന്തിലാണ്? വൈൽ സ്റ്റേറ്റ്മെന്റിലാണല്ലേ നമുക്ക് തന്നേക്കണത്. എന്തിലോട്ടാണ് മാറ്റാൻ പറഞ്ഞേക്കണത്? ഫോറിലോട്ട്. ഫോറിന്റെ സിൻടാക്സ് എങ്ങനെയാണ്? ഫോർ ഇനീഷ്യലൈസേഷൻ കണ്ടീഷൻ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബോഡി കൊടുക്കും. അപ്പൊ നോക്കിക്കോ, ഫോർ അതുപോലെ തന്നെ ഫോർന്ന് എഴുതി വെക്കുക. ഇനീഷ്യലൈസേഷൻ അതായത് ഈ സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത്. i is equal to 1 അത് ഞാൻ കൊടുത്തോണ്ട് എന്ത് ചെയ്യും? ഒരു സെമിക്കോളൻ ഇടും. അതിനുശേഷം എനിക്ക് എന്ത് കൊടുക്കുക? കണ്ടീഷൻ കൊടുക്കുക. കണ്ടീഷൻ ഇവിടെ എന്താ കൊടുത്തേക്കണത്? i less than n അതെടുത്ത് കൊടുത്തു ഞാൻ. രണ്ടാമത് എന്താ കൊടുക്കും? മൂന്നാമത് എന്താ കൊടുക്കേണ്ടത്? അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ എന്താ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തേക്കണത്? അവര് i പ്ലസ് പ്ലസ് അത് ഞാൻ മൂന്നാമത് കൊടുത്തു. അതിന്റെ ബോഡി ഓഫ് ദ ലൂപ്പ്. ബോഡി ഓഫ് ദ ലൂപ്പ് എന്താ ഇവിടെ കൊടുത്തേക്കണത്? c out i. തെറ്റല്ലേ? സിൻടാക്സ് പറഞ്ഞ സിൻടാക്സ് പറക്കെടുക്കുക, ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ.
ഇനി അടുത്ത് നോക്കിക്കോ ഡു വൈൽ. ഇവിടെ ചോദിച്ചേക്കുന്ന ഫോർ ലൂപ്പ് മാത്രമാണ്. ഇവിടെ നമ്മൾ എക്സ്ട്രാ പഠിക്കാൻ വേണ്ടി ഒരു ഡു വൈലും കൂടെ കൊടുത്തു. ഡു വൈലിക്ക് അവർ ചോദിച്ചുകൂടായിക്കൊന്നുമില്ലല്ലോ. സോ നമുക്ക് എന്ത് പഠിക്കാം? ഡു വൈലും പഠിക്കാം. അപ്പൊ ഡു വൈലിന്റെ സിന്റാക്സ് അറിയുമ്പോൾ സിമ്പിൾ ആയിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ എന്ത് കൊടുക്കും? ഇനീഷ്യലൈസേഷൻ കൊടുക്കും. ഇനീഷ്യലൈസേഷൻ കൊടുക്കുന്നത് i is equal to 1. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡു വൈൽ അല്ലേ, സോ എന്ത് ചെയ്ത് കൊടുക്കും? ഡു എന്ന് കൊടുക്കും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബോഡി കൊടുക്കും. ഇവിടെ ബോഡി എന്നാണ് സി ഔട്ട് ഐ, അതിനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിട്ട്. എന്നിട്ട് രണ്ടാമത് എന്താ കൊടുക്കുക? മൂന്നാമത് എന്താ കൊടുക്കുക? അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ എന്താണ്? i പ്ലസ് പ്ലസ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബ്രേസ് ഓപ്പൺ ചെയ്യും. എന്നിട്ട് നമ്മൾ വൈൽ i ലെസ് ദാൻ n. അതാണ് നമ്മൾ എന്ത് കണ്ടീഷൻ നമ്മൾ പഠിച്ചിരുന്നു. ഡു വൈൽ എന്ത് ലൂപ്പാ? എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ്. സോ എന്തായിരിക്കും വരാ? കണ്ടീഷൻ ഏറ്റവും ലാസ്റ്റ് ആയിക്കൊണ്ട് വരാം. തെറ്റല്ലേ? സിന്റാക്സ് അറിയാൻ ഇട്ട് കൊടുത്താൽ മതി കേട്ടാ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്. നോക്കിക്കോ, എക്സ്പ്ലെയിൻ ദ ജംപ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ C++. C++ലെ ജംപ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? അതിന് മുന്നേ ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ് ഈ ജംപ് സ്റ്റേറ്റ്മെന്റ്സ്? ജംപ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രോഗ്രാമിന് ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തോട്ട് എനിക്ക് എന്ത് ചെയ്യണം? ജമ്പ് ചെയ്യിപ്പിക്കണം. അപ്പൊ ഞാൻ ആരെ യൂസ് ചെയ്യും? ജംപ് സ്റ്റേറ്റ്മെന്റ്സിന് യൂസ് ചെയ്യും. അപ്പൊ നോക്കിക്കോ, ജംപ് സ്റ്റേറ്റ്മെന്റ്സ് ആർ യൂസ്ഡ് ടു ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു പ്ലേസിൽ നിന്ന് വേറെ പ്ലേസിലോട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോണ്? നമ്മളെ പ്രോഗ്രാമിന്റെ കൺട്രോളിന് ട്രാൻസ്ഫർ ചെയ്യാൻ പോണ്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമുക്ക് ആരെ യൂസ് ചെയ്യാം? അവിടെ ജംപ് സ്റ്റേറ്റ്മെന്റ്സിന് യൂസ് ചെയ്യാം. അപ്പൊ നോക്കിക്കോ, നമ്മളെ ആദ്യത്തെ ജംപ് സ്റ്റേറ്റ്മെന്റ് ആണ് ഗോ ടു. അപ്പൊ ഗോ ടു എന്താ ചെയ്യാ? ഈ സിന്റാക്സ് നോക്കി, ഇതാണ് ഗോ ടുവിന്റെ സിന്റാക്സ് ഇട്ടാ. ഞാൻ ഇവിടെ പറയാണ് ഗോ ടു ലേബൽ എന്ന് പറഞ്ഞു. അവിടെ ഞാൻ എന്ത് ചെയ്ത് ഇവിടെ കുറെ പ്രോഗ്രാം എഴുതി കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ലേബൽ നിൽക്കുന്നത്. അപ്പൊ എന്താ ഞാൻ പറഞ്ഞേക്കണെന്താ? ഗോ ടു ലേബൽ എന്നാ പറഞ്ഞേക്കണം. അപ്പൊ എന്ത് ചെയ്യും? നമ്മളെ പ്രോഗ്രാം ഇവിടം വരെ വന്ന് നിൽക്കുകയാണ്. അവിടെ ഞാൻ ഗോ ടു ലേബൽ എന്ന് പറഞ്ഞപ്പോ നേരെ എന്ത് ചെയ്യും? ജമ്പ് ചെയ്ത് ഈ ലേബലിന്റെ അടുത്തേക്ക് വരും. അതിന്റെ ഇടയിൽ ഏതൊക്കെ പ്രോഗ്രാം ഉണ്ടോ, എന്തൊക്കെ കോഡ് ഉണ്ട്, ഇവരൊക്കെ എന്ത് ചെയ്യും? നമ്മ സ്കിപ്പ് ചെയ്യും. സ്കിപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ലേബലിന്റെ അടുത്തോട്ട് വരും. അതാണ് ഗോ ടു. ഗോ ടു എന്തിനുള്ള? അപ്പൊ ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ ടു ലേബൽ. ലേബലിൽ നമ്മൾ എവിടെയാണ് എഴുതിക്കണം? അവിടെ എന്ത് ചെയ്യും? പ്രോഗ്രാമിന്റെ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യും. അതാണ് ഫസ്റ്റ് ജംപ് സ്റ്റേറ്റ്മെന്റ്. ഗോ ടു എന്താ പറഞ്ഞേക്കുന്നത്? ട്രാൻസ്ഫേഴ്സ് ദ പ്രോഗ്രാം കൺട്രോൾ ടു ലേബൽ. ഈ ലേബൽ എന്ന് പറഞ്ഞാൽ എന്താ? ലേബൽ ഒരു ഐഡന്റിഫയർ ആണ്. സോ നമുക്ക് എന്ത് പറയാം? ട്രാൻസ്ഫേഴ്സ് ദ പ്രോഗ്രാം കൺട്രോൾ ഇൻ ടു ലേബൽ വിച്ച് ഈസ് എൻ ഐഡന്റിഫയർ. അതൊരു ഐഡന്റിഫയർ ആണ്. രണ്ടാമത്തെയാണ് ബ്രേക്ക്. ബ്രേക്ക് എന്ന് പറയുമ്പോൾ നോക്കിക്കോ, ഈ എക്സാമ്പിൾ വെച്ച് തന്നെ പഠിക്കാം. ഞാൻ പറയാണ് ഫോർ i equal to 1, i less than 10, i plus plus. അതായത് 10 വരെ പ്രിന്റ് ചെയ്യാനുള്ള ഫോർ ലൂപ്പ് ആണ് അവിടെ ഇട്ടേക്കണത്. എന്നിട്ട് പറയാണ് ഇഫ് i ഡബിൾ ഈക്വൽ ടു 5 ആകുമ്പോൾ എന്ത് ചെയ്യാൻ പറഞ്ഞു? ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് സി ഔട്ട് i എന്ന് പറഞ്ഞു. അതായത് ഐയുടെ വാല്യൂ 5 ഈക്വൽ ആകുമ്പോൾ എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യണം, നിർത്തണം. അപ്പൊ ഐ നോക്കിക്കോ, ആദ്യം ഐയുടെ വാല്യൂ എത്രയും? ഐയുടെ വാല്യൂ 1 ആണ്. നമ്മൾ എന്ത് ചെയ്യും? ഇതിലേക്ക് കൂടെ വരും. ഐയുടെ വാല്യൂ 5 ഈക്വൽ, അതായത് 1 ആണ് ഐയുടെ വാല്യൂ. 1 ഡബിൾ ഈക്വൽ ടു 5 ആണോ നോക്കും. അപ്പൊ അല്ല, 1 5 ഈക്വൽ ആണ്, അല്ല. അപ്പൊ എന്ത് ചെയ്യും? ഒന്നിനെ പ്രിന്റ് ചെയ്യും. ഇവിടെ ഒന്നിനെ പ്രിന്റ് ചെയ്ത് ഔട്ട്പുട്ടിൽ ഒന്നിനെ പ്രിന്റ് ചെയ്ത് ഇനി രണ്ടാമത് i പ്ലസ് പ്ലസ് ചെയ്യും. ഐയുടെ വാല്യൂ എത്ര? 2 ആയി. 2 5 ഈക്വൽ ആണോ നോക്കും, അല്ല. അപ്പൊ എന്ത് ചെയ്യാ? 2നെ പ്രിന്റ് ചെയ്ത് അത് ഐയുടെ വാല്യൂ 3 ആയി. അത് 3 5 ഈക്വൽ ആണോ നോക്കും, അല്ല. 3 5 ഈക്വൽ അല്ല. സോ എന്ത് ചെയ്യാം? 3നെ പ്രിന്റ് ചെയ്യാം. and ഐയുടെ വാല്യൂ 4 ആവും. 4 5 ഈക്വൽ ആണോ നോക്കും, അപ്പൊ അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? 4നെ പ്രിന്റ് ചെയ്യും. and ഐയുടെ വാല്യൂ എത്രയായി? 5 ആയി. and ഇവിടെ വന്ന് നോക്കുന്നത് 5 ഡബിൾ ഈക്വൽ ടു 5 ആണോ നോക്കും, അല്ലേ? 5 5 ഈക്വൽ അല്ലേ? ഈക്വൽ ആണെങ്കിൽ എന്താ പറഞ്ഞേക്കണത്? ഇവിടെ ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞു. സോ നമ്മളെ പ്രോഗ്രാം എന്തായി? അവിടെ വെച്ച് നിൽക്കും. സോ ഔട്ട്പുട്ടിൽ എന്ത് മാത്രം വരുള്ളൂ? 1 2 3 4 ഇത്രയും വരുള്ളൂ. അപ്പൊ ബ്രേക്ക് വന്നോണ്ട് i ഡബിൾ ഈക്വൽ ടു 5 ബ്രേക്ക് വന്നോണ്ട് അതിന് തൊട്ട് മുന്നിൽ ആളാരാണ്? 4. അത്രയും നമ്മൾ ഔട്ട്പുട്ടിൽ വന്നുള്ളൂ. ഇനി ഞാൻ അവിടെ വേറൊരു ക്വസ്റ്റ്യൻ പറയട്ടെ. i ഡബിൾ ഈക്വൽ ടു 6 ആവും എന്ത് ചെയ്യാൻ പറഞ്ഞേ? നമ്മളോട് ബ്രേക്ക് എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് വരെയും വരും? ഇവിടെ 5 വരെയും വരും. 6 ആവുമ്പോൾ എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. അപ്പൊ 5 വരേക്കുള്ള ആര് വരാ? ഔട്ട്പുട്ട് വരാട്ടാ. അപ്പൊ ബ്രേക്ക് എന്തിനുള്ളതാണ്? നമ്മളെ പ്രോഗ്രാമിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാൻ അല്ലേ? സോ നമുക്ക് എന്ത് പറയാം? ട്രാൻസ്ഫേഴ്സ് ദ പ്രോഗ്രാം കൺട്രോൾ ഔട്ട്സൈഡ് ദ ലൂപ്പ് ഓർ സ്വിച്ച്. ഒരു ലൂപ്പിന്റെയോ സ്വിച്ചിന്റെയോ പുറത്തോട്ട് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമുക്ക് ആരെ യൂസ് ചെയ്യാം? ബ്രേക്കിനെ യൂസ് ചെയ്യാം. ഇനി അടുത്തതാണ് കണ്ടിന്യൂ ട്ടാ. കണ്ടിന്യൂന്റെ എക്സാമ്പിൾ നമുക്ക് ഈ ബ്രേക്ക് മാറ്റി ഇവിടെ കണ്ടിന്യൂ ആക്കി കൊടുക്കാം ട്ടാ. ബ്രേക്ക് അല്ലേ ഇവിടെ കണ്ടിന്യൂ എന്ന് വിചാരിക്കും. ഇവിടെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് കണ്ടിന്യൂ, ബ്രേക്ക് ഇല്ല ട്ടാ. സെയിം ലൂപ്പിൽ ഞാൻ ബ്രേക്കിന് പകരം കണ്ടിന്യൂ യൂസ് ചെയ്തേക്കാണ്. ഫോർ i equal to 1, i less than 10, i plus plus. If i double equal to 5 ആവുമ്പോൾ എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യണം. അതുകൊണ്ട് സി ഔട്ട് ആയി എന്നാണ് പറഞ്ഞേക്കണത്. അപ്പൊ നമുക്ക് നോക്കാട്ടാ.
ആദ്യം ഐയുടെ വാല്യൂ 1 ആയിരുന്നു, അപ്പൊ 1നെ പ്രിന്റ് ചെയ്ത്, 2 ആയപ്പോ 2നെ പ്രിന്റ് ചെയ്ത്, 3 ആയപ്പോ 3നെ പ്രിന്റ് ചെയ്ത്, 4 ആയപ്പോ 4നെ പ്രിന്റ് ചെയ്ത്, എന്നിട്ട് 5 ആയപ്പോ എന്താ പറഞ്ഞേക്കണത്, 5 ഡബിൾ ഈക്വൽ ടു, അത് ഐയുടെ വാല്യൂ ഡബിൾ ഈക്വൽ ടു 5 ആവുമ്പോ എന്ത് ചെയ്തോളാൻ പറഞ്ഞു, കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. കണ്ടിന്യൂ ചെയ്തോളാൻ പറയുമ്പോ എന്ത് ചെയ്യില്ല, ഐനെ പ്രിന്റ് ചെയ്യാണ്ട് എന്ത് ചെയ്യും, 6നെ കയറി പ്രിന്റ് ചെയ്യും. മനസ്സിലായോ? അതായത് നെക്സ്റ്റ് ഇറ്ററേഷനിലോട്ട് പോകും കണ്ടിന്യൂ ചെയ്തോളാൻ പറയും. അതായത് ആദ്യം ഐയുടെ വാല്യൂ 4 ആയപ്പോ 4നെ പ്രിന്റ് ചെയ്ത്, അതിനുശേഷം ഐയുടെ വാല്യൂ എത്രയായി, 5 ആയി. 5 ആയപ്പോ എന്ത് ചെയ്ത്, കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യൂല, 5നെ പ്രിന്റ് ചെയ്യില്ല. തൊട്ടപ്പുറത്തെ ആളായാണ് 6 ആണ്. സോ എന്ത് ചെയ്യും, 6നെ പ്രിന്റ് ചെയ്യും, 7നെ പ്രിന്റ് ചെയ്യും, 8നെ പ്രിന്റ് ചെയ്യും, 9നെ പ്രിന്റ് ചെയ്യും, 10നെ പ്രിന്റ് ചെയ്യും. 10നെ പ്രിന്റ് ചെയ്യും, കാരണം എന്താ, 10 വരെ പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാം ആണ് പറഞ്ഞേക്കുന്നത്. ബ്രേക്ക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ വെച്ച് നിർത്തും. കണ്ടിന്യൂ ആണെങ്കിലോ, ഏതാളാണോ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞേക്കുന്നത് അയാളെ സ്കിപ്പ് ചെയ്തിട്ട് തൊട്ടടുത്ത ആളേക്ക് പോകും, അതായത് നെക്സ്റ്റ് ഇറ്ററേഷനിലോട്ട് പോകും. അപ്പൊ നോക്കിക്കോ, കണ്ടിന്യൂ ട്രാൻസ്ഫേഴ്സ് ദ പ്രോഗ്രാം കൺട്രോൾ ടു നെക്സ്റ്റ് ഇറ്ററേഷൻ, അടുത്ത ഇറ്ററേഷനിലോട്ട് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്, 5നെ പ്രിന്റ് ചെയ്യാണ്ട് നെക്സ്റ്റ് ആയിട്ടുള്ള ആരയിലോട്ട് പോയി, 6ലോട്ട് പോയി. സെറ്റ് അല്ലേ? ഇനി അടുത്താണ് റിട്ടേൺ. റിട്ടേൺ എന്താ, യൂസർ ടു ട്രാൻസ്ഫർ ദ കൺട്രോൾ ബാക്ക് ടു ദ കോളിംഗ് പ്രോഗ്രാമർ കം ഔട്ട് ഓഫ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷന്റെ പുറത്തോട്ട് വരാനൊക്കെ നമുക്ക് ആരെ യൂസ് ചെയ്യാം, റിട്ടേൺ യൂസ് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇവിടെ ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ഉണ്ട്. എ സ്റ്റേറ്റ്മെന്റ് ടേക്സ് ദ പ്രോഗ്രാം കൺട്രോൾ ഔട്ട് ഓഫ് എ ലൂപ്പ് ഈവൻ ദ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഈസ് ട്രൂ. ടെക്സ്റ്റ് എക്സ്പ്രഷൻ ശരിയാണെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യണം, ലൂപ്പിന്റെ പുറത്തോട്ട് കൊണ്ടുവരണ സ്റ്റേറ്റ്മെന്റ് ആരാണെന്ന്, ലൂപ്പിന്റെ പുറത്തോട്ട് വരും. ടെക്സ്റ്റ് എക്സ്പ്രഷൻ തെറ്റിയാലും ശരിയായാലും വരുത്തണ ആളാരാണ്, ബ്രേക്ക് ട്ടാ, ചോദിക്കാറുണ്ട്. ഇനി അടുത്തത് കുറച്ച് വൺ വേർഡ് ആണ് ട്ടാ, നോക്കി വെച്ചോ. ഡാഷ് ഈസ് യൂസ്ഡ് ടു കീപ്പിംഗ് എ പാർട്ട് ഓഫ് എ കോഡ് വിത്തിൻ ദ ലൂപ്പ് ബോഡി ആൻഡ് ഫോഴ്സിങ് വിത്ത് നെക്സ്റ്റ് ഇറ്ററേഷൻ. അതായത് നമുക്കൊരു ലൂപ്പ് ബോഡിയിൽ ഒരു സ്പെസിഫിക് പാർട്ട് സ്കിപ്പ് ചെയ്തുങ്ങാണ്ട് അടുത്ത ആളേക്ക് വരണം. നമ്മ ഇവിടെ പഠിച്ചിരുന്നല്ലോ അങ്ങനത്തെ ഒരാളാ. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, 5നെ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ആളായിട്ടുള്ള 6ലോട്ട് വരണം. അതായത് ഒരു സ്പെസിഫിക് ബോർഡിനെ സ്കിപ്പ് ചെയ്തിട്ട് തൊട്ടടുത്ത ആളേക്ക് വരണമെങ്കിൽ നമുക്ക് ആരെ യൂസ് ചെയ്യാ, കണ്ടിന്യൂനെ യൂസ് ചെയ്യാ. സോ നമുക്ക് ആരെ യൂസ് ചെയ്യാ, കണ്ടിന്യൂനെ യൂസ് ചെയ്യാ. പിന്നെ നെക്സ്റ്റ് ഇട്ടാ, ഡാഷ് ഈസ് ദ പ്രോഗ്രാം യൂസ്ഡ് ടു ടെർമിനേറ്റ് ദ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിനെ ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആരെ യൂസ് ചെയ്യും, എക്സിറ്റിനെ യൂസ് ചെയ്യും. അടുത്ത നോക്കിയേ, ഡാഷ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് യൂസ്ഡ് ടു കംസ് ഔട്ട് ഓഫ് എ ലൂപ്പ്. ഒരു ലൂപ്പിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരണമെങ്കിൽ നമുക്ക് ആരെ യൂസ് ചെയ്യാം, ബ്രേക്കിനെ യൂസ് ചെയ്യാം. എല്ലാ ഒരു പ്രോഗ്രാമിനെ ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ ആരെ യൂസ് ചെയ്യും, ഇത് രണ്ടും കൂടെ മാറിപ്പോയത് കേട്ടോ. ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ എക്സിറ്റും, ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ ആരെ യൂസ് ചെയ്യാം, ബ്രേക്കിനെ യൂസ് ചെയ്യാം. രണ്ടും മാറിപ്പോവരുത് കേട്ടോ. അടുത്തത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ. ഇങ്ങനെ തിയറി എഴുതാൻ ബുദ്ധിമുട്ടുള്ള ചേട്ടന്മാരോ ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് എഴുതി വെച്ചാൽ മതി, ആ പ്രോഗ്രാം തന്നില്ലേ അത് എഴുതി വെച്ചാൽ മതി. ഇവിടെ നമ്മൾ പഠിച്ച പ്രോഗ്രാം ഔട്ട്പുട്ട് അടക്കം വേണം കേട്ടോ. തിയറിയാണ് കുറച്ചുകൂടി നല്ലത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, തിയറി നോക്കാം. ബ്രേക്കിന്റെ കണ്ടിന്യൂന്റെ ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കിയേ, ബ്രേക്ക് നമുക്ക് സ്വിച്ചിന്റെയും ലൂപ്പിന്റെയും ഒപ്പം യൂസ് ചെയ്യാം. സോ നമുക്ക് എന്താ പറയാം, യൂസർ വിത്ത് സ്വിച്ച് ആൻഡ് ലൂപ്പ്, ഇത്രയുള്ളൂ. പക്ഷെ നമ്മളെ കണ്ടിന്യൂ ആണെങ്കിലോ, യൂസർ ഓൺലി വിത്ത് ലൂപ്പ്, ലൂപ്പുകളുടെ ഒപ്പം മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത നോക്കിയേ, ബ്രിങ്സ് ദ പ്രോഗ്രാം കൺട്രോൾ ഔട്ട്സൈഡ് ദ സ്വിച്ച് ഓർ ലൂപ്പ് ബൈ സ്കിപ്പിംഗ് ദ റെസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് വിത്തിൻ ദ ലൂപ്പ്. അതായത് നമ്മളുടെ പ്രോഗ്രാം കൺട്രോൾ എന്ത് ചെയ്യും, കംസ് ഔട്ട്സൈഡ്, പ്രോഗ്രാമിന്റെ കൺട്രോൾ പുറത്തോട്ട് കൊണ്ടുവരാൻ നമുക്ക് ആരെ യൂസ് ചെയ്യും, ബ്രേക്കിനെ യൂസ് ചെയ്യും. കണ്ടിന്യൂ ആണെങ്കിലോ, പ്രോഗ്രാം കൺട്രോൾ എവിടേക്കാണ് കൊണ്ടുവരാ, ബിഗിനിങ് ഓഫ് ദി ലൂപ്പിലേക്കാണ് കൊണ്ടുവരാ. അതായത് പ്രോഗ്രാമിന്റെ കൺട്രോൾ പുറത്തോട്ട് കൊണ്ടുവരണമെങ്കിൽ ബ്രേക്കും, പ്രോഗ്രാമിന്റെ കൺട്രോൾ ബിഗിനിങ്ങിലോട്ട് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ആരെ യൂസ് ചെയ്യാം, കണ്ടിന്യൂനെ യൂസ് ചെയ്യാം. അപ്പൊ അടുത്ത പോയിന്റ് നോക്കിയേ, പ്രോഗ്രാം കൺട്രോൾ ഗോസ് ഔട്ട് ഓഫ് ദ ലൂപ്പ് ഈവൻ തോ ദ ടെസ്റ്റ് എക്സ്പ്രഷൻ ഈസ് ട്രൂ. നമ്മളെ പ്രോഗ്രാം കൺട്രോൾ എന്ത് ചെയ്യും, ഗോസ് ഔട്ട് ഓഫ് ദ ലൂപ്പ്, ലൂപ്പിന്റെ പുറത്തോട്ട് പോകും. എങ്ങനെയാണെങ്കിൽ കൂടി, ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ കൂടി. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കോ, പ്രോഗ്രാം കൺട്രോൾ ഗോസ് ഔട്ട് ഓഫ് ദ ലൂപ്പ് ഓൺലി വെൻ ദ ടെസ്റ്റ് എക്സ്പ്രഷൻ ബിക്കം ഫാൾസ്. നമ്മൾ കണ്ടിന്യൂലാണെങ്കിൽ പ്രോഗ്രാം കൺട്രോൾ ലൂപ്പിന് പുറത്തോട്ട് പോകണമെങ്കിൽ എന്തായിരിക്കണം, നമ്മളെ ടെസ്റ്റ് എക്സ്പ്രഷൻ തെറ്റിയിരിക്കണം. തെറ്റാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പുറത്തോട്ട് പോവുള്ളൂ. പക്ഷെ ബ്രേക്ക് ആണെങ്കിലോ, ടെസ്റ്റ് എക്സ്പ്രഷൻ ശരിയാണെങ്കിലും എന്ത് ചെയ്യും, ബ്രേക്ക് പിടിച്ച സാധനം എന്ത് ചെയ്യും, സ്റ്റോപ്പ് അവിടെ വെച്ച് കണ്ട്. പക്ഷെ നമ്മളെ കണ്ടിന്യൂ ആണെങ്കിലോ, ടെസ്റ്റ് എക്സ്പ്രഷൻ എപ്പോഴാണോ തെറ്റാണത് അപ്പൊ എന്ത് ചെയ്യുള്ളൂ, പ്രോഗ്രാം നിൽക്കുള്ളൂ. അടുത്ത് നോക്കിക്കോട്ടാ, റൈറ്റ് ദ സിമ്പൽ ആൻഡ് യൂസ് ഓഫ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണത്. കണ്ടീഷണൽ ഓപ്പറേറ്ററിന്റെ സിമ്പലും അതിന്റെ യൂസും.
കണ്ടീഷണൽ ഓപ്പറേറ്ററിന്റെ സിമ്പിൾ ആണ് ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ട് ഒരു കോളനും ഉണ്ട്. അങ്ങനെ തന്നാൽ അതെന്താണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ ആണ്. കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്താണെന്ന് അറിയോ? നമ്മൾ ഇഫ് എൽസ് പഠിച്ചില്ലേ? ഇഫ് എൽസിന് പകരം യൂസ് ചെയ്യണ ആളാണ് ആര്? കണ്ടീഷണൽ ഓപ്പറേറ്റർ ട്ടാ. സോ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ ഓൾട്ടർനേറ്റീവ് ഓഫ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റിന് വേണ്ട ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റിന് പകരം നമുക്ക് ആരെ യൂസ് ചെയ്യാം? കണ്ടീഷണൽ ഓപ്പറേറ്ററിനെ യൂസ് ചെയ്യാം. അതിന്റെ ജനറൽ ഫോം ആണ് കൊടുത്തിരിക്കുന്നത്, അതായത് അതിന്റെ സിന്റാക്സ് ആണ് കൊടുത്തേക്കുന്നത്. ആദ്യം ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുക്കും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കും, ഒരു കോളൻ കൊടുക്കും, എന്നിട്ട് ഏറ്റവും മൂന്നാമത്തെ കമ്പോണന്റ് ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കും? ഫാൾസ് ആയിട്ട്, അതായത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കും, എന്നിട്ട് ഒരു സെമി കോളൻ ഇട്ട് അവസാനിപ്പിക്കും. അതാണ് അതിന്റെ ജനറൽ ആയിട്ടുള്ള ഫോം. അതായത് ടെസ്റ്റ് എക്സ്പ്രഷൻ, ക്വസ്റ്റ്യൻ മാർക്ക്, ട്രൂ സ്റ്റേറ്റ്മെന്റ്, കോളൻ ആൻഡ് ഫാൾസ് സ്റ്റേറ്റ്മെന്റ്, ഒരു സെമി കോളൻ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ C++. ആ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ സാധനം നോക്കാട്ടാ. ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണെങ്കിൽ എന്താ പറഞ്ഞേക്കുന്നത്? സി ഔട്ട് പാസ്ഡ്. എൽസ് സി ഔട്ട് എന്താ പറഞ്ഞേക്കുന്നത്? ഫെയിൽഡ്. 18 മാർക്ക് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യാ? പാസ്സാക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഫെയിൽ ആയി. അതാണ് അവർ തന്നേക്കുന്ന ആ കണ്ടീഷൻ. കണ്ടീഷൻ അല്ല, ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. ഇത് നമുക്ക് എന്തിലേക്ക് മാറ്റാൻ പറ്റും? കണ്ടീഷണൽ ഓപ്പറേറ്ററിലോട്ട് മാറ്റാൻ പറ്റും. കാരണം നമ്മൾ പഠിച്ചത് കണ്ടീഷണൽ ഓപ്പറേറ്റർ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റിന്റെ ഓൾട്ടർനേറ്റീവ് ആണ് നമ്മൾ പഠിച്ചു. സോ നമുക്ക് മാറ്റി നോക്കാം. ആരെന്താ? ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ 18, അതാണ് നമ്മൾ എന്ത്? ടെസ്റ്റ് എക്സ്പ്രഷൻ. സോ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം, ആ സിന്റാക്സിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. മാർക്ക് എന്താ പറഞ്ഞേക്കണത്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ബ്രാക്കറ്റിലാണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാ? ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ? ട്രൂ സ്റ്റേറ്റ്മെന്റ് എന്താ? സി ഔട്ട് പാസ്ഡ്, അത് കൊടുക്കാം. അപ്പൊ നമുക്ക് സി ഔട്ട് എന്ത് കൊടുക്ക? പാസ്ഡ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? എന്താ കൊടുത്തേക്കണവര്? ഇവിടെ കൊടുത്തേക്കണൊക്കെ 2 കുത്ത് കോളം കൊടുത്ത്. പിന്നെ എന്താ കൊടുക്ക? ഫാൾസ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ ഫാൾസ് സ്റ്റേറ്റ്മെന്റ് എന്താ കൊടുത്തേക്കുന്നത്? എൽസ് സി ഔട്ട് ഫെയിൽ. അപ്പൊ നമുക്ക് അതടുത്ത് കൊടുക്ക. സി ഔട്ട് എന്ത് കൊടുക്ക? ഫെയിൽഡ് എന്ന് കൊടുക്കാം. എന്നിട്ട് നമ്മ എന്ത് ചെയ്യും? ഒരു സെമി കോളൻ അവസാനിപ്പിക്കും. ഇപ്പൊ നമ്മ എന്ത് ചെയ്തതിനാ? കണ്ടീഷണൽ ഓപ്പറേറ്ററിലോട്ട് മാറ്റി. സെറ്റ് അല്ലേ? അപ്പൊ നോക്കിക്കോ, കൺസിഡർ. ഇനി ക്വസ്റ്റ്യൻ നോക്കാട്ടാ. കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഇൻ C++. ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18, സി ഔട്ട് പാസ്ഡ്. നമ്മളെ മാർക്ക് 18 കൂടുതലാണെങ്കിൽ എന്താ പറഞ്ഞേക്കണത്? പാസ്ഡ് എന്ന് പ്രിന്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? ഫെയിൽഡ് എന്ന് പ്രിന്റ് ചെയ്യണം. എന്നിട്ട് പറഞ്ഞേക്കാണ്, സജസ്റ്റ് an operator in C++ using which the statement same output can be produced. നമ്മളോട് ഒരു ഓപ്പറേറ്റർ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞേക്കാണ്. ഇതിന്റെ സെയിം ഔട്ട്പുട്ട് കിട്ടണ ഒരു വേറൊരു ഓപ്പറേറ്റർ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. പഠിച്ചത് എന്താ ഇവിടെ ഇവരെന്താ കൊടുത്തേക്കണത്? ഇഫ് എൽസ് ആണ് കൊടുത്തേക്കണത്. ഇഫ് എൽസിന് സെയിം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ വേറെ ആളാരാണ്? കണ്ടീഷണൽ ഓപ്പറേറ്റർ. സോ നമുക്ക് എന്ത് പറയാം? ആൻസർ ആയിട്ട് കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയാം. നേരെ തിരിച്ചു ചോദിച്ചെന്ന് വിചാരിക്കും. അതായത് നമ്മൾ എന്ത് യൂസ് ചെയ്ത്? നമ്മളൊരു കണ്ടീഷണൽ ഓപ്പറേറ്റർ യൂസ് ചെയ്ത്, അത് കണ്ടീഷണൽ ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വേറെ ആളാരാണോ വെച്ചാൽ നമുക്ക് എന്ത് പറയാം? ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാം. സോ നമുക്ക് രണ്ടാളെ എന്ത് ചെയ്യാം? മാറ്റി മറിച്ച് യൂസ് ചെയ്യാൻ പറ്റും. സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് ഇത്രയുള്ള ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട്. അപ്പൊ എന്ത് ചെയ്യാ? ഇതേ ചോദിക്കുള്ളൂ, ഇതിന് വേറെ ഒന്നും ചോദിക്കാറില്ല. സോ എന്ത് ചെയ്യാ? നന്നായിട്ട് പഠിക്കുക. എല്ലാവരും സൂപ്പർ ആയിട്ട് എക്സാം എഴുതുക. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.